ഹലോ എക്സാമിനർ ഫാമിലി, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ഫുൾ A+ ഉറപ്പിക്കാൻ, അതായത് ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഫൈനൽ പബ്ലിക് എക്സാമിനേഷൻ ആവാം, നമ്മുടെ ഡിസംബർ പരീക്ഷ ആവാം, ഏത് എക്സാം ആയിക്കോട്ടെ, ആ എക്സാമിൽ ഫുൾ A+ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഷുവർ 3 ways ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്ന ആരാണ് റെഗുലറായിട്ട് പഠിക്കുക. പക്ഷേ റെഗുലറായിട്ട് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നാണ് പൊതുവെ ആൾക്കാർക്ക് പറഞ്ഞു തരാൻ പറ്റാത്തത്. എക്സാമിനറിന് ആ പ്രശ്നമില്ല. എക്സാമിനറുടെ ചാനലിൽ 7:30 മണിക്ക് എല്ലാ ദിവസവും വന്നിരിക്കുക. എന്താണോ ആ അന്ന് നടക്കാൻ പോകുന്ന ക്ലാസ്, അത് ചിലപ്പോൾ ഒറ്റയടി സീരീസ്, വൺ ഷോട്ട് സീരീസ് ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബൾബ് കത്തി സീരീസ് ക്ലാസ് ആയിക്കോട്ടെ, അത് കറക്റ്റായിട്ട് കൊണ്ട് ഫോളോ ചെയ്യുക. ഒരു അരമണിക്കൂർ, കൂടിപ്പോയ ഒരു 3/4 മണിക്കൂർ, ഓക്കെ, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ആ ക്ലാസ് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻറ്റും കൂടിയാണെങ്കിൽ നിങ്ങൾ 6 മണിക്കത്തെ നിങ്ങളുടെ ലൈവ് ക്ലാസ്സും അതുപോലെ നിങ്ങൾക്ക് അസൈൻ ചെയ്ത ക്ലാസ് അല്ലേ, നമ്മുടെ ആപ്പിലെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സും നിങ്ങൾ കറക്റ്റായിട്ട് അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇത് ഫസ്റ്റ് കാര്യം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ പലർക്കും ഇത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ട് വരെ തോന്നും. സാർ എല്ലാ ദിവസവും എങ്ങനെ പഠിച്ചു തുടങ്ങണോ? തീർച്ചയായിട്ടും വേണം. കാരണം നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കഴിഞ്ഞ ഓണ പരീക്ഷ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, ഗ്രേഡ് കുറവാണ്, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനം എടുത്താൽ അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിക്കളയും. ഓക്കെ, അതിലൊരു സംശയമില്ല. അപ്പോൾ A+ൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പഠിക്കുക. ഓക്കെ, പഠിക്കാൻ വേണ്ടി ചാനലിലേക്ക് വരിക. ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻറ്റും കൂടിയാണെങ്കിൽ ലക്ഷ്യ ക്ലാസ്സും യൂട്യൂബിലെ ക്ലാസ്സും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ഈ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ സാർ എപ്പോഴൊക്കെയാണ് ഈ റിവൈസ് ചെയ്യേണ്ടത്? റിവൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ചിലവർക്ക് ഒരു 3 ദിവസം കൂടുമ്പോൾ റിവൈസ് ചെയ്താലും ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. ചിലവർക്ക് ഒരു ആഴ്ചയുടെ എൻഡിൽ, അതായത് ഒരു സാറ്റർഡേയോ സൺഡേയോ ഒരു ദിവസം സെലക്ട് ചെയ്തെടുക്കുക. ആ വീക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതും എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫുള്ള് വീണ്ടും ആദ്യമേ പഠിക്കേണ്ട. നമ്മൾ ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ലക്ഷ്യയുടെ ക്ലാസ് പെട്ടെന്ന് ഓടിച്ച് കാണാം. നിങ്ങൾ യൂട്യൂബിൽ മാത്രം ക്ലാസ് കാണുന്നെങ്കിൽ യൂട്യൂബിലെ ക്ലാസ് ഓടിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സോ ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. ഈ റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊരു 3 മാസം വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് 3ാമത്തെ മാസത്തെ എൻഡിൽ ഞാനൊരു ടെസ്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. ഓൾദോ നിങ്ങൾ സിൻസിയർലിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ. കാരണം പ്രശ്നം എന്താണ്? നിങ്ങൾ അവിടെ റിവിഷൻ ചെയ്തില്ല അല്ലേ? അപ്പോൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ പഠിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം ഓർമ്മയിൽ നിൽക്കണ്ടേ? ഓർമ്മയിൽ നിൽക്കണം. നമ്മുടെ മനുഷ്യരാണ്, മറന്നു പോകും. അതുകൊണ്ട് റിവിഷൻ ചെയ്താലേ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ വീക്കും മിനിമം ഒരു പ്രാവശ്യവും നിങ്ങൾ എന്ത് ചെയ്യണം, ആ വീക്ക് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫുൾ A+ ഉറപ്പിക്കാൻ വേണ്ടി റിവിഷനാണ്. ഈ കാര്യം ക്ലിയർ ആണല്ലോ? പഠിച്ചു, റിവൈസ് ചെയ്തു. ഇനി സാർ മൂന്നാമത് എന്താണ്? മൂന്നാമത്തേത് നിങ്ങൾക്ക് ഒരു മൈൻഡിൽ എന്താണ്, ഒരു ഫൈറ്റേഴ്സ് മെൻറ്റാലിറ്റി വേണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നടത്തിയാൽ മാത്രം പോരാ, ഒരു പോരാളിയുടെ ഒരു ചങ്കൂറ്റ് നിങ്ങൾ കയറണം. അതിനു വേണ്ടി എന്താണ് നിങ്ങൾക്കുള്ളത്? ഈ ചാനലിൽ ഒരു ബെസ്റ്റ് സാധനമുണ്ട്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ഒരു മെൻറ്റി ബാറ്റിലും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ ഫാക്കൽറ്റി വന്ന് ഇവിടെ യുദ്ധം കൂടുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പങ്കാളിയായി അവിടെയും ഞങ്ങളുടെ ഒപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു യുദ്ധ പോരാട്ടത്തിൽ പങ്കെടുക്കാം. ഓക്കെ, പക്ഷേ എന്താണ് വേണ്ടത്? അതിന് കത്തിയും വാളും AK-47 ഒന്നുമല്ല, നോളേജ് ആണ് വേണ്ടത്. ആ വീക്കിൽ പഠിപ്പിച്ച കാര്യങ്ങളുടെ ബേസ്ഡ് ആയിട്ടായിരിക്കും മെൻറ്റി വാർ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ആ വീക്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് വന്നിരിക്കുന്ന കുട്ടിക്കായിരിക്കും ആ മെൻറ്റി വാറിൽ, ആ മെൻറ്റി ബാറ്റിൽ ഫസ്റ്റ് ആവാൻ പറ്റുക. അങ്ങനെ നിങ്ങൾ ആ ഒരു വാശിയുടെ കൂടെ പഠിച്ചാൽ, എനിക്ക് മെൻറ്റിയിൽ ലീഡർ ബോർഡിൽ കയറണം, അത് കയറാൻ പറ്റിയില്ലെങ്കിലും, ചിലപ്പോൾ ഇതുവരെ ഒരു മെൻറ്റിയിൽ അടുത്ത് പോലും എത്താൻ പറ്റിയില്ലെങ്കിലും, ആ ഒരു വാശി വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ആ മെൻറ്റി ലീഡർ ബോർഡിൽ ഒരു തവണയെങ്കിലും കയറിയിരിക്കും. നിങ്ങൾ ലൈഫിൽ വേറെ ലെവൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. ഓക്കെ, അതിലൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ഈ 3 വേസ്, അതായത് മൂന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻറ്റ് വേ ആണ്, പക്ഷെ അതും നിങ്ങൾ നിങ്ങളുടെ ഒരു പഠിത്തത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണം. എന്നാലേ കുറച്ചുകൂടി രസം ഉണ്ടാവുള്ളൂ. എന്നാലേ കുറച്ചും കൂടി എന്താണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെ, അച്ചീവ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗും കിട്ടുള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾക്ക് ഫുൾ A+ അല്ലാണ്ട് വേറൊരു ഗ്രേഡ് നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ നിങ്ങൾ കാണില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കീപ് സ്റ്റഡി.